എല്ലാവർക്കും സ്വാഗതം. +1 അഡ്മിഷൻ 2026 പുതിയ ബാച്ചുകൾ അനുവദിച്ച് ഉത്തരവായി. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഉത്തരവായില്ല എങ്കിലും നേരത്തെ തന്നെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. 4 ജില്ലകളിൽ, അതായത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, ഈ 4 ജില്ലകളിലായിട്ട് 120 ഒഴിവുകളാണ്, 120 ബാച്ചുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ വിവിധ സ്കൂളുകൾ, എല്ലാ സ്കൂളുകളിലും ഇല്ല, ചില സ്കൂളുകളിൽ മാത്രം. ആ സ്കൂളുകൾ എന്ന് പറയുന്നത് സൗകര്യമുള്ള സ്കൂളുകൾ. സൗകര്യം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ, ക്ലാസ് റൂമുകൾ ലഭ്യമായ സ്കൂളുകളുടെ അടിസ്ഥാനത്തിൽ, അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്. ഈ ബാച്ചുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 4 ജില്ലകളിലേക്ക് മാത്രമായിട്ട് ഏകദേശം 120 ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു ബാച്ച് 60 കുട്ടികളുള്ള ബാച്ചുകളാണ്. ഇത് തീർത്തും താൽക്കാലിക ബാച്ചുകളാണ്, സ്ഥിരമായിട്ടുള്ള ബാച്ചുകളല്ല. അവിടെ നിയമിക്കുന്ന അധ്യാപകരും താൽക്കാലിക അധ്യാപകരായിരിക്കും. അപ്പോൾ 120 ബാച്ച് എന്ന് പറയുമ്പോൾ 7200 കുട്ടികളാണ് ഈ 4 ജില്ലകളിൽ കൂടി. 7200 സീറ്റുകളാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പരിധി വരെ ഈ കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ വിവിധ ബാച്ചുകളൊക്കെ തന്നെ സയൻസ് ഉണ്ട്, എല്ലാ തരം ബാച്ചുകളും ഉണ്ട്. ഈ കോഴ്സുകൾ, പിന്നെ പുതിയതായിട്ട് അനുവദിച്ച ബാച്ചുകൾ, എല്ലാത്തരം ബാച്ചുകളിലും എല്ലാത്തരം കോഴ്സുകളിലും ഉള്ള ബാച്ചുകൾ ഉണ്ട്. നമ്മളിത് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ ഈ 7200 സീറ്റുകളിലേക്കും പ്രവേശനം നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്ന്, അതായത് ജൂലൈ 22 വൈകുന്നേരം കൊണ്ട് അവസാനിച്ചു. നാളെ പുതിയ സർക്കുലർ വരും. അപ്പോൾ രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഈ 7200 സീറ്റുകൾ കൂടി അതിലേക്ക് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 10-40,000-ഓളം ഒഴിവുകൾ ത്രൂ ഔട്ട് കേരള വരും സെക്കൻഡ് സപ്ലിമെന്ററിയിൽ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് പ്രവേശനം കിട്ടും. പ്രവേശനം കിട്ടാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് അവരെടുക്ക ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയും. അതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കറിയാം, ഈ 4 ജില്ലകളിൽ ബാക്കിയുള്ള സീറ്റുകൾ വളരെ കുറവായിരുന്നു. അത് പാലക്കാടായാലും മലപ്പുറത്തായാലും കോഴിക്കോടായാലും കാസർഗോഡായാലും ഈ 4 ജില്ലകളിലും നിലവിൽ ബാക്കിയുള്ള, കഴിഞ്ഞ അലോട്ട്മെന്റ് പ്രകാരം നിലവിൽ ബാക്കിയുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് 1000-ൽ താഴെ മാത്രമായിരുന്നു. ആ അങ്ങനെയുള്ള ജില്ലകളിലേക്ക് ഈ സീറ്റുകൾ വരുമ്പോൾ വലിയ ഒരാശ്വാസമാകും. ഞാൻ വളരെ പെട്ടെന്ന് സ്കൂളും ആ കോഴ്സും ഏതാണെന്ന് പറയാം. ആദ്യം കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളാണ്. വില്യാപ്പള്ളി HSS സയൻസ് ബാച്ചാണ് കിട്ടിയിട്ടുള്ളത് അവിടെ. കടമേരി HS കോഴിക്കോട് കൊമേഴ്സ് 37, കോഡ് നമ്പർ 37 കൊമേഴ്സാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ക്രസന്റ് HS വാണിമേൽ കോഴിക്കോട് 39 കൊമേഴ്സാണ് വന്നിട്ടുള്ളത്. MUM HSS വടകര ഹ്യൂമാനിറ്റീസ് 34 അവിടെ കിട്ടിയിട്ടുള്ളത്. ശാന്തിനികേതൻ HS തിരുവള്ളൂര് സയൻസ് കോഡ് നമ്പർ 1. നൊച്ചാട് HSൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, കോഡ് നമ്പർ 5. വേളം HSS കോഴിക്കോട് വേളം HSൽ ഹ്യൂമാനിറ്റീസ് ആണ് 20, കോഴ്സ് കോഡ് 20 ഉള്ള ഹ്യൂമാനിറ്റീസ് ആണ്. മർക്കസ് HS കാരത്തൂര് സയൻസ് 09 കോഡ് നമ്പർ ആയിട്ടുള്ള സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. പേരാമ്പ്ര HSൽ സയൻസ് 01 ബയോ സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഉമ്മത്തൂർ HSൽ കോഴിക്കോട് ഉമ്മത്തൂർ HSൽ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയിട്ടുള്ളത്. തുറയൂർ HS കോഴിക്കോട് സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്, കോഡ് 5. പൊയിൽക്കാവ് HSൽ ഹ്യൂമാനിറ്റീസ് ആണ് വന്നിട്ടുള്ളത്. എളേറ്റിൽ വട്ടോളി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ബാച്ചാണ് വന്നിട്ടുള്ളത്. ചക്കാലയ്ക്ക് HS മടവൂര് പടനില കോഴിക്കോട് സയൻസ് 1 വന്നിട്ടുള്ളത്. കൊടിയത്തൂർ HS കോഴിക്കോട് സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ബാച്ചാണ്. മുക്കം HS ഹ്യൂമാനിറ്റീസ് ആണ് ഉള്ളത്. CMHS മണ്ണൂർ കോഴിക്കോട് സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ബാച്ച്. ഇമ്പിച്ചുകാജി കമ്പ്യൂട്ടർ സയൻസ് ആണ്. ചാലിയം ഇമ്പിച്ചുകാജിയിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. തലക്കുളത്തൂര് ഹ്യൂമാനിറ്റീസ് ആണ്. എരഞ്ഞിക്കല് ഹ്യൂമാനിറ്റീസ് ആണ്. GHS കരുവാരക്കുണ്ട് ഹ്യൂമാനിറ്റീസ് ആണ്. മലപ്പുറത്തേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്.
തൂര് ഹ്യൂമാനിറ്റീസ്, മമ്പാട് GVHS മമ്പാട് ഹ്യൂമാനിറ്റീസ് ബാച്ചാണ്. GMHS കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് വന്നിട്ടുള്ളത്. ദേവദാർ HS താനൂര് കൊമേഴ്സ് 39 ആണ് വന്നിട്ടുള്ളത്. GBHS തിരൂര് ഹ്യൂമാനിറ്റീസ് ആണ്. പറവണ്ണ HS സയൻസ്, ബയോ സയൻസ് ആണ് വന്നിട്ടുള്ളത്. ചെറിയമുണ്ടത്ത് ഹ്യൂമാനിറ്റീസ് ആണ്. തെയ്യാലിങ്ങല് ഹ്യൂമാനിറ്റീസ് ആണ്. മുന്നിയൂർ HS ഹ്യൂമാനിറ്റീസ്. കൽപ്പകഞ്ചേരി HS GVHS കൽപ്പകഞ്ചേരി കൊമേഴ്സ് ആണ്. എഡ്രിക്കോട് PKM സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ആണ്. ARHS ഫോർ ഗേൾസ് പവിട്ടപ്പുറം മലപ്പുറം സയൻസ് ആണ്, ബയോ സയൻസ് ആണ്. മൂക്കുതല HS സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. മഞ്ചേരി HMY HS കൊമേഴ്സ് ആണ് വന്നിട്ടുള്ളത്. KHMSS വാളക്കുളത്ത് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. നാഷണൽ HS കൊളത്തൂര് ബയോ സയൻസ് വന്നിരിക്കുന്ന ഒരു ബാച്ച്. മൊറയൂര് കൊമേഴ്സ് 39 ഒരു ബാച്ച് വന്നിരിക്കുന്നു. കാവന്നൂര് CHMK HS കാവന്നൂര് ഹ്യൂമാനിറ്റീസിന്റെ ഒരു ബാച്ച് വന്നിട്ടുണ്ട്. ചീക്കോട് സയൻസ്, ബയോ സയൻസിന്റെ ഒരു ബാച്ച് എത്തിയിരിക്കുന്നു. കോക്കൂര് AHMGHSS കോക്കൂര് ബയോ സയൻസിന്റെ ഒരു ബാച്ച് വന്നിരിക്കുന്നു. പുത്തൂർ പള്ളിക്കല് ഹ്യൂമാനിറ്റീസിന്റെ ഒരു ബാച്ച്. ചാപ്പനങ്ങാടി സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച്. വളവന്നൂര് BYKയില് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച്. താഴേക്കോട് കൊമേഴ്സ് ഒരു ബാച്ച്. സുല്ലമുസ്ലാം അരീക്കോട് കൊമേഴ്സിന്റെ ഒരു ബാച്ച്. മാറക്കര കൊമേഴ്സ് ഒരു ബാച്ച്. പുതുപ്പൊന്നാനി MIHS സയൻസ്, ബയോ സയൻസിന്റെ ഒരു ബാച്ച്. RMHSS മേലാറ്റൂര് ബയോ സയൻസ് ഒരു ബാച്ച്. കാതോലിക്കറ്റ് HS പോത്തുകല്ല് ഹ്യൂമാനിറ്റീസിന്റെ ഒരു ബാച്ച്. CPBHM ഒഴൂര് ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. വടക്കേങ്ങര മലപ്പുറം ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. ഒളവട്ടൂര് ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. AMHS വേങ്ങൂര് മലപ്പുറം സയൻസ്, ബയോ സയൻസിന്റെ ഒരു ബാച്ച്. കോട്ടൂര് കൊമേഴ്സ് ഒരു ബാച്ച്. കല്ലിങ്ങപ്പറമ്പ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ചും കൊമേഴ്സിന്റെ ഒരു ബാച്ചും, 2 ബാച്ചുകളാണ് SMHSS കല്ലിങ്ങപ്പറമ്പിൽ. SMMHSS കല്ലിങ്ങപ്പറമ്പിൽ 2 ബാച്ച് കൊമേഴ്സ് ബാച്ചും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ചും കിട്ടിയിട്ടുണ്ട്. ദെൻ തൂത ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. കൊണ്ടോട്ടി EMEHSS കൊണ്ടോട്ടി സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ചാണ്. കൊട്ടൂക്കര സയൻസ്, ബയോ സയൻസിന്റെ ഒരു ബാച്ച്. IOHS എടവണ്ണ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച്. AHMHS പാറൽ മമ്പാട്ടുമുല്ല മലപ്പുറം കൊമേഴ്സ് ഒരു ബാച്ച്. EMORHS പാലാട് കൊമേഴ്സ് ഒരു ബാച്ച്. CBHS വള്ളിക്കുന്ന് കൊമേഴ്സ് ഒരു ബാച്ച്. കൂട്ടായി ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. പാണക്കാട് സയൻസ് ഒരു ബാച്ച്. നരോക്കാവ് HS നരോക്കാവ് ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. കണ്ടരകം കൊമേഴ്സ് ഒരു ബാച്ച്. ഊരകം MUHSS ഊരകം സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഒരു ബാച്ച് ഉള്ളത്. ചുങ്കത്തറ കൊമേഴ്സ് ഒരു ബാച്ച്. ക്രസന്റ് HS ഒഴൂര് ബയോ സയൻസ് ഒരു ബാച്ച്. ഓറിയന്റൽ HS തിരൂരങ്ങാടി സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച് കിട്ടിയിട്ടുണ്ട്. IOHS പറപ്പൂര് ബയോ സയൻസിന്റെ ഒരു ബാച്ച് കിട്ടിയിട്ടുണ്ട്. KMHS കുറ്റൂർ നോർത്ത് കൊമേഴ്സിന്റെ ഒരു ബാച്ച് വന്നിട്ടുണ്ട്. CHMHS പൂക്കളത്തൂര് കൊമേഴ്സിന്റെ ഒരു ബാച്ച്. ചേരൂര് സയൻസിന്റെ ഒരു ബാച്ചും ഉണ്ട്, കൊമേഴ്സിന്റെ ഒരു ബാച്ചും ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ചും കൊമേഴ്സിന്റെ ഒരു ബാച്ചും കിട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ PPTHM HMYHSS ചേറൂര് വേങ്ങര മലപ്പുറം 2 ബാച്ചുകളാണ് കിട്ടിയിട്ടുള്ളത്. ചേറൂര് വേങ്ങര മലപ്പുറം. PPTMYHSS ചെറൂർ. അടുത്തത് മേൽമുറി കൊമേഴ്സ് ഒരു ബാച്ച്. ചെണ്ടപ്പുറായ കൊമേഴ്സ് ഒരു ബാച്ച്. കരളായി സയൻസ്, ബയോ സയൻസിന്റെ ഒരു ബാച്ച്. പാലക്കാടേക്ക് നമ്മൾ കടന്നു. പാലക്കാട് GHS കാരാക്കുറിശി കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ചാണ്. GHSS കൊടുമുണ്ട പാലക്കാട് ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്. അലനല്ലൂര് പാലക്കാട് കൊമേഴ്സ് ഒരു ബാച്ച്. പൊറ്റശ്ശേരി പാലക്കാട് GHSS പൊറ്റശ്ശേരി ബയോ സയൻസിന് ഒരു ബാച്ച് കിട്ടിയിട്ടുണ്ട്. GHSS പട്ടാമ്പി കൊമേഴ്സിന് ഒരു ബാച്ച്. GHSS എടത്തനാട്ടുകര ബയോ സയൻസിന് ഒരു ബാച്ച്. GMGHSS പാലക്കാട് സയൻസ്, ബയോ സയൻസിന് ഒരു ബാച്ച്.
GSS പത്തിരിപ്പാല കൊമേഴ്സ് ഒരു ബാച്ച്, വാടനാംകുറിശി സയൻസ് ഒരു ബാച്ച്, പരുതൂർ HS പള്ളിപ്പുറം പാലക്കാട് ഹ്യൂമാനിറ്റീസിന് ഒരു ബാച്ച്, PTMYHSS എടപ്പലം കൊമേഴ്സ് ഒരു ബാച്ച്, KPRP HSS കോങ്ങാട് കൊമേഴ്സ് ഒരു ബാച്ച്, പുളിയപ്പറമ്പ് HS കൊട്ടുന്തിരപ്പള്ളി പാലക്കാട് കൊമേഴ്സ് ഒരു ബാച്ച്, വണ്ടിത്താവളം പാലക്കാട് കൊമേഴ്സ് ഒരു ബാച്ച്, ശ്രീകൃഷ്ണ HS നല്ലേപ്പള്ളി പാലക്കാട് സയൻസ് ബയോ സയൻസിന്റെ ഒരു ബാച്ചാണ് കിട്ടിയിട്ടുള്ളത്. ദാറുൻ നജാത്ത് HS നെല്ലിപ്പുഴ ബയോ സയൻസിന്റെ ഒരു ബാച്ച്, മുസ്ലിം HS പുതുനഗരം കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച്, CAHSS കുഴൽമന്നം കൊമേഴ്സിന്റെ ഒരു ബാച്ച്, ശബരി HS പള്ളിക്കുറിച്ചി കള്ളിക്കുറിപ്പ് ബയോ സയൻസിന്റെ ഒരു ബാച്ചാണ്, ശബരി അടക്കാപ്പുത്തൂർ പാലക്കാട് ബയോ സയൻസ് ഒരു ബാച്ച്, കല്ലടി അബ്ദുഹാജി HS കൊട്ടോപ്പാടം പാലക്കാട് കൊമേഴ്സ് ഒരു ബാച്ച്, കല്ലടി HS കുമരംപുത്തൂര് പാലക്കാട് 2 ബാച്ച് ഉണ്ട്. സയൻസ് കോഡ് നമ്പർ 9 ഒരു ബാച്ചും ഉണ്ട്. കൊമേഴ്സ് 36 ഒരു ബാച്ച്. അങ്ങനെ 2 ബാച്ചുകളാണ് ആ സ്കൂളിൽ അനുവദിച്ചിട്ടുള്ളത്. MES HS മണ്ണാർക്കാട് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച്, മുണ്ടൂര് ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്, കരിമ്പുഴ HS ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്, ചുനങ്ങാട് പാലക്കാട് കൊമേഴ്സ് ഒരു ബാച്ച്, അക്കിത്തം മെമ്മോറിയൽ HS കുമരനെല്ലൂര് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച് ഉണ്ട്. കാട്ടുകുളം പാലക്കാട് ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്, വരോട് പാലക്കാട് KPSM-HSS വരോട് സയൻസ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബാച്ച്, ഗവൺമെന്റ് HSS കുമ്പള കാസർഗോഡേക്ക് നമ്മൾ കടന്നു കൊമേഴ്സ് ഒരു ബാച്ച്, മൊഗ്രാൽ പുത്തൂര് ബയോ സയൻസിൻ്റെ ഒരു ബാച്ച്, ആലമ്പാടി കാസർഗോഡ് സയൻസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാച്ച്, മംഗൽപാടി കാസർഗോഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാച്ച്, ഗവൺമെൻറ് HS കാസർഗോഡ് സയൻസ് ബയോ സയൻസ് ഒരു ബാച്ച്, ഗവൺമെൻറ് HSS കാസർഗോഡ് പിന്നെ തൃക്കരിപ്പൂർ ഹ്യൂമാനിറ്റീസ് ഒരു ബാച്ച്, ചെമ്മനാട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാച്ച്, പടന്ന സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഒരു ബാച്ച്, വരക്കാട് കാസർഗോഡ് കൊമേഴ്സ് ഒരു ബാച്ച്, ബോബിക്കാനം കാസർഗോഡ് കൊമേഴ്സ് ഒരു ബാച്ച്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ബാച്ചുകൾ അപ്പോൾ 117 സ്കൂളാണ്, പക്ഷേ 120 ബാച്ച് ഉണ്ട്. 3 സ്കൂളുകളിൽ 2 ബാച്ച് വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 120 ബാച്ചുകളാണ് മൊത്തം ഉള്ളത്. 120 ബാച്ചുകൾ എന്ന് പറയുന്നത് 7200 സീറ്റുകൾ വരും. അത് കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, പിന്നെ ബയോ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എല്ലാ ഐറ്റവും ഇതിലുണ്ട്. പക്ഷെ എല്ലാ സ്കൂളിലേക്കും ഇതില്ല എന്ന് മാത്രം. അപ്പം നിങ്ങളെ ഈ സ്കൂളിന് അടുത്തുള്ള കുട്ടികൾക്ക് കൂടുതൽ അനുഗ്രഹമായിരിക്കും ഇത്. അപ്പോൾ സ്കൂളുകൾ നോക്കുക, വേക്കൻസി നോക്കുക. മിക്കവാറും നാളെ വൈകുന്നേരത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരും. ഈ സീറ്റുകൾ കൂടി 2ാം സപ്ലിമെൻ്ററിയിലേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്ക് കൊടുക്കാനുള്ള സൗകര്യമാണ്. വേക്കൻസികളൊക്കെ കൃത്യമായിട്ട് നോക്കി നിങ്ങൾ അപേക്ഷകൾ കൊടുക്കണം. 2ാം സപ്ലിമെൻ്ററിയിലാണ് ഈ വേക്കൻസികൾ വരുന്നത്. അല്ലാതെ 2ാം സപ്ലിമെൻ്ററിയിൽ ഏകദേശം 28,000 30,000 ഒഴിവുകൾ വേറെയുമുണ്ട്. പക്ഷേ നമ്മൾ ഈ ജില്ലകളിലല്ല കൂടുതൽ ഒഴിവുകൾ തെക്കൻ ജില്ലകളിലാണ്. അവിടെ ആവശ്യക്കാർ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും ഈ സീറ്റുകൾ ഇത്രയും 120 ബാച്ച് അനുവദിക്കുന്നതോടുകൂടി വലിയൊരു മലബാർ മേഖലയിലെ ഈ സീറ്റുകളുടെ ബുദ്ധിമുട്ടിന് പ്രവേശനം കിട്ടാത്ത കുട്ടികൾക്കുള്ള ആ ബുദ്ധിമുട്ട് വലിയ ഒരളവ് വരെ പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇപ്പോൾ വന്ന ഉത്തരവാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നാളെ തന്നെ ഈ ഉത്തരവിലേക്കുള്ള ഈ സ്കൂളിലേക്കുള്ള വേക്കൻസികൾ ഈ സീറ്റുകളൊക്കെ വേക്കൻസി ആയിട്ട് അതാത് സ്കൂളുകളിൽ പുതിയ നോട്ടിഫിക്കേഷനിൽ വരും എന്ന കാര്യവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ 2ാം സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പറയാവുന്നതാണ്. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.